ഈ കിടക്കുന്നത് നമ്മുടെ എലവേറ്റിൻ്റെ അഡ്വഞ്ചർ എഡിഷനാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ഒരു വാഹനമാണത്. വാഹനം എന്ന് പറയാൻ പറ്റില്ല, ലോഞ്ച് ചെയ്തൊരു വേരിയൻ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പ്രൈസും കാര്യങ്ങളൊന്നും കൺഫേം അല്ല. പ്രൈസും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ടോപ്പ് എൻഡ് ആണ് ഈ വരുന്നത്. മാനുവലും ഓട്ടോമാറ്റിക്കലും നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് എഡിഷനിലും ഈ ഒരു വാഹനം നമുക്ക് വരുന്നുണ്ട്. ആ ഒരു കളർ ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. കുറച്ച് അക്സസറീസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഫ്രീ ഒന്നും അല്ല, ജസ്റ്റ് ഒരു ഫീൽ കിട്ടാൻ വേണ്ടി അവരെടുത്ത് വെച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഫീച്ചേഴ്സൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അഡ്വഞ്ചർ എഡിഷൻ്റെ ഒരു ഇതും അവരവിടെ കൊടുത്തിട്ടുള്ളവർ കാണാം. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ക്രോം എലമെൻസ് ഒന്നും നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഫുള്ളി ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ഒരു വാഹനം. അതായത് ക്രോം എല്ലാം ഒഴിവാക്കി ഒരു ബ്ലാക്ക് തീമിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. കുറച്ച് സ്റ്റിക്കർ വർക്കുകളും എക്സ്ട്രാ ആഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ഒരു ഹുഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്റ്റിക്കറിങ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു ഓറഞ്ച് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ. ഗ്രില്ലിലേക്ക് വരുന്ന സമയത്ത് പുതിയ ഗ്രില്ലാണ് നമുക്ക് ഈ വാഹനം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അവിടെയും നമുക്ക് ആ ഒരു ഓറഞ്ച് ലൈനിങ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഹോണ്ടയുടെ ലോഗോ ഒരു ക്രോം എലമെൻറ്റിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. LED ആണ് ഇതിൻ്റെ ലൈറ്റ് യൂണിറ്റും കാര്യങ്ങളൊക്കെ LED തന്നെയാണ് വരുന്നത്. അവിടെ തന്നെ DR നമുക്ക് നൽകിയിട്ടുള്ളത് കാണാം. ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. കൂടാതെ അവിടെയും നമുക്ക് ആ ഒരു ഓറഞ്ച് ഷെയ്ഡിങ് നൽകിയിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ സൈഡ് പോർഷനിലേക്ക് വന്ന സമയത്ത് സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ, അലോയ് ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. കൂടാതെ അവിടെയും നമുക്കൊരു ഓറഞ്ച് ലൈനിങ് കാണാം. ഇവിടെ അഡ്വഞ്ചർ എന്നൊരു ബ്രാൻഡിങ് അവർ കൊടുത്തിട്ടുണ്ട്. അവിടെയും നമുക്ക് ചെറിയ സ്റ്റിക്കർ വർക്ക് നൽകിയിട്ടുള്ളത് കാണാം. അതുപോലെ മിററിലേക്ക് വരുന്ന സമയത്ത് അത് പിയാനോ ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറിയിട്ട്, കൂടാതെ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് 360 ഡിഗ്രി ക്യാമറയും ഈ ഒരു അഡ്വഞ്ചർ എഡിഷനിൽ നമുക്ക് അവൈലബിൾ ആണ്. ഡോർ ഹാൻഡിൽ നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. റൂഫ് റെയിൽ നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കാണാനായിട്ട് പറ്റുന്നത്. അവിടെ തന്നെ റിയർ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് കാര്യങ്ങൾ റിയർ പ്രൊഫൈൽ പറയാനായിട്ട് വരുന്നില്ല. ആ എലവേറ്റിൻ്റെ ഒരു ബ്രാൻഡിങ്, അഡ്വഞ്ചർ ബ്രാൻഡിങ്, ഡീഫോക്കൽ ലൈൻ, റിയർ വൈപ്പർ, 360 ഡിഗ്രി ക്യാമറ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ ഒരു പോർഷനിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അവിടെ നിന്ന് അകത്തേക്ക് വരുന്ന സമയത്ത് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ഇപ്പം ജസ്റ്റ് താക്കോല് അപ്പുറത്താണ്. ഇവിടെ നമുക്ക് ആംബിയൻ ലൈറ്റിംഗ് ആണ് ഈ ഒരു പോർഷൻ. ഈ ലൈനിങ് ഒക്കെ പോയതാണ്. ആ ഒരു ഇവിടെ ആംബിയൻ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് അവിടെ. കൂടാതെ നല്ല ലെതർ ഫിനിഷും അതിൽ തന്നെ നല്ല ഓറഞ്ച് സ്റ്റിച്ചിങ് ഒക്കെയാണ് വരുന്നത്. സീറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡാർക്ക് തീമിലാണ് വരുന്നത്. അവിടെയും നമുക്ക് അഡ്വഞ്ചറിൻ്റെ ഒരു ബ്രാൻഡിങ് കാണാം. ആംബ്രസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നോക്കിയാൽ ടോപ്പൊക്കെ നമുക്ക് ഫുള്ളി ഒരു ബ്ലാക്ക് ഫിനിഷിൽ, ബ്ലാക്ക് തീമിൽ തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഡോട്ട് പാഡിലേക്ക് വരുന്ന സമയത്ത് നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ, എന്താ പറയുക, ഓറഞ്ച് ഷെയ്ഡിങ്ങും അതിൽ ഓറഞ്ച് ലൈനിങ്ങും സ്റ്റിച്ചിങ്ങിൻ്റെ ലൈനിങ്ങും ഒക്കെ നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ റിയർ സെക്കൻഡ് റോയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവിടെയും നമുക്ക് ആ ഒരു സീറ്റൊക്കെ നോക്കുന്ന സമയത്ത് അവിടെയും നമുക്ക് ആ ഒരു ആംബ്രസ്റ്റിനുള്ളിലായിട്ട് അഡ്വഞ്ചർ ഒരു ബ്രാൻഡിങ് അവർ കൊടുത്തിട്ടുണ്ട്. 3 ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റബിൾ അവിടെ നിന്ന് അവിടെയും നമുക്ക് ഓറഞ്ച് ലൈനിങ് ഒക്കെ കാണാം. റിയർ AC വെൻറ്റ് നമുക്ക് വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു സീറ്റ് ബെൽറ്റ് ഈ ഒരു സംഭവമാണ്, അതും നമുക്ക് ആ ഒരു ഓറഞ്ച് ഷെയ്ഡിങ്ങിലാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള കുറേ ചേഞ്ചസ് ആണ് ഈ ഒരു അഡ്വഞ്ചർ എഡിഷനിലേക്ക് വന്ന സമയത്ത് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം കോൺടാക്ട് നമ്പറുണ്ട്. എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇത്തരമുള്ള ഇന്നത്തെ വീഡിയോ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരെ. അതൊരു എല്ലാവർക്കും ബൈ.